ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് മണ്ഡലം കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് വന്നു പോകാൻ ഉള്ളൊരു ഓഫീസ് മുറി എന്നുള്ള നിലക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഞാൻ 8 വർഷം MLA ആയിരുന്നല്ലോ. ഞാൻ 8 വർഷം ഉപയോഗിച്ച MLA ക്വാർട്ടേഴ്സിൽ എൻ്റെ മുറിയാണ്. കാരണം MLA ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സെൻട്രൽ പോയിന്റാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ളവർക്കും വരാനും കാണാനും ഉള്ള ഒരു അവസരമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വട്ടിയൂർക്കാവുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഒരു അസൗകര്യം ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂർ എൻ്റെ ഓഫീസ് അവിടെ പ്രവർത്തിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, MLA ക്വാർട്ടേഴ്സിൽ MLAയുടെ ആവശ്യത്തിന് മാത്രമേ മുറി ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ നിയമമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ സുഖമായിട്ട് 8 വർഷം അവിടെ ഉപയോഗിച്ചു. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെ എല്ലാ ആളുകളും എന്നെ കാണാൻ അവിടെ വന്നിരുന്നു. ഞാൻ മറ്റൊരു സ്ഥലവും ഓഫീസിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടില്ല. ഇത്രയും കുറഞ്ഞൊരു വാടകയ്ക്ക് ഇങ്ങനൊരു ഓഫീസിലേക്ക് MLA പ്രവർത്തനം മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, അത് ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് അതിൻ്റെ പരമാധികാരി. ഞാനുള്ള സമയത്ത് കൃത്യമായി, ഞാനന്ന് ശ്രീ കാർത്തികേയനും പിന്നീട് ശക്തനും സ്പീക്കർമാരായിരുന്ന കാലത്താണ് ഞാൻ എൻ്റെ മുറി ഉപയോഗിച്ചിരുന്നത്. അതിനൊക്കെ കൃത്യമായിട്ട് ആ രണ്ടുപേരും ആ മുറി എല്ലാ മുറികളൊന്ന് മോണിറ്റർ ചെയ്തിരുന്നു. കാർത്തികേയനൊക്കെ അക്കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അന്ന് നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അന്ന് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. ഉണ്ടായത് ഞാൻ രണ്ടാമത് ജയിക്കില്ലല്ലോ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ MLA ക്വാർട്ടേഴ്സിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ട. അത് MLAമാർക്കുള്ളതാണ് MLA ക്വാർട്ടേഴ്സ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ നഗരമധ്യത്തിൽ ഒരു ഓഫീസ്, അതായത് MLA ഹോസ്റ്റലിലേക്ക് എപ്പോഴും ആളുകൾ വെച്ച് കാണാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ 8 കൊല്ലം അവിടെ ഇരുന്നതല്ലേ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള CPM നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കും, അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ വന്ന് കാണാൻ. അവരൊക്കെ എന്നെ വന്ന്, ഞാൻ പാർട്ടി നോക്കാറില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല 8 വർഷം കൊണ്ടുപോയത്. ഞാൻ വട്ടിയൂർക്കാവ് എൻ്റെ വീട് പോലെയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മുറി നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ വിവാദങ്ങൾ ഉണ്ടാവില്ല. പിന്നെ കൗൺസിലർമാർക്ക് ഒരു കൊച്ചു മുറിയെങ്കിലും അവർക്ക് ഇരിക്കാൻ വേണ്ടേ? ഏത് കൗൺസിലറാണെങ്കിലും. ശബരിനാഥ് ഉൾപ്പെടെ ഞങ്ങൾക്കും ഉണ്ടല്ലോ 19 കൗൺസിലർമാർ. അവർക്ക് ഇരിക്കണ്ടേ? അവർക്ക് അത്രയും എന്താ പറയുക, സാമ്പത്തികമായിട്ട് അവർക്ക് വല്ലാത്ത ഞെരുക്കത്തിലാണ് കൗൺസിലർമാരൊക്കെ. കാരണം ജനം എപ്പോഴും അന്വേഷിക്കുക കൗൺസിലർമാരെയാണ്. MLAനെ കണ്ടില്ലെങ്കിലും ശ്രദ്ധിക്കില്ല, പക്ഷെ ഒരു കൗൺസിലറെ കണ്ടില്ലെങ്കിൽ ചോദിക്കും. അല്ല, അതൊക്കെ അവരുടെ വഴി. അത് ഞാൻ പിന്നെ കൗൺസിലറും MLAയുടെ വഴക്ക് ഞാൻ തലയിടുന്നില്ല. ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റും. ഈ തലമുറമാറ്റത്തിലൂടെ ഭരണം പിടിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അല്ല, കുറെ മാറണ്ടേ, ആൾക്കാർ, പുതിയ ആൾക്കാർ വരണ്ടേ. ജനമുപ്പത്താണ് കോർപ്പറേഷനിലൊക്കെ ഞങ്ങൾ നിർത്തിയതിൽ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർ ജയിച്ചു വന്നില്ലേ? അത് മാറണം. കുറെ കഴിയുമ്പോൾ എല്ലാവരും മാറണ്ടേ. പരിചയസമ്പന്നരും വേണം, പുതിയ ആൾക്കാരും വേണം. അങ്ങനെ ഒരു മിക്സ്. അതാണ് 50% എന്ന് പറഞ്ഞതാ. 50% ന്യൂ ജനറേഷൻ. മാനദണ്ഡം വിജയസാധ്യത. ഏതാ? വിജയസാധ്യത.